आपका शौर्य और मां भारती के मान सम्मान की रक्षा के लिए आपका समर्पण നിങ്ങളുടെ ഈ ആവേശം, നിങ്ങളുടെ ധൈര്യം മാതൃഭൂമിയുടെ അഭിമാന സംരക്ഷണത്തിനായി നിങ്ങൾ ഓരോരുത്തരുടെയും സമർപ്പണം അദ്വിതീയമാണ്. നിങ്ങളുടെ ധൈര്യം ലോകത്തിൽ മറ്റെന്തിലും ഉയരെയാണ്. പ്രതികൂല കാലാവസ്ഥയിൽ ഇവിടുത്തെ ഉന്നത ശിഖരങ്ങളിൽ നിങ്ങൾ ഭാരതമാതാവിൻ്റെ പ്രതിനിധിയായി, അതിൻ്റെ രക്ഷയ്ക്കായി, അതിൻ്റെ സേവനത്തിനായി ചെയ്യുന്ന പ്രവർത്തനം, ഇതിന് തുല്യമായ പ്രവർത്തനം ലോകത്ത് ആർക്കും ചെയ്യാനാകില്ല. നിങ്ങളുടെ സാഹസം ഈ പർവ്വത ശിഖരങ്ങളെക്കാൾ ഉന്നതമാണ്. അവിടെയാണ് നിങ്ങൾ കാവൽ നിൽക്കുന്നത്. നിങ്ങളുടെ ദൃഢനിശ്ചയം ആ പർവ്വത ശിഖരങ്ങളെക്കാൾ ദൃഢമാണ്. അവിടെയാണ് നിങ്ങൾ ദിവസവും പാദങ്ങൾ ഉറപ്പിച്ചു നിൽക്കുന്നത്. उस ऊंचाई से भी ऊंचा है जहां आप तैनात है. നിങ്ങളുടെ കൈകൾ പർവ്വത ശിഖരങ്ങളെക്കാൾ ശക്തിയുള്ളതാണ്. നിങ്ങളുടെ ഇച്ഛാശക്തി പരിസരത്തുള്ള പർവ്വത ശിഖരങ്ങൾ പോലെ ദൃഢമാണ്. ഇന്ന് ഞാൻ നിങ്ങൾക്കിടയിൽ ഇതെല്ലാം അനുഭവിച്ചറിയുന്നുണ്ട്. നിങ്ങളുടെ കണ്ണുകളിൽ ഇതെല്ലാം ഞാൻ നേരിട്ട് കാണുന്നു. उन चट्टानों जैसी मजबूत है जो आपके इर्द गिर्द खड़ी है. आपकी इच्छा शक्ति आसपास के पर्वतों जितनी अटल है. आज आपके बीच आकर मैं इसे महसूस कर रहा हूं. साक्षात अपनी आंखों से इसे देख रहा हूं. साथियों, जब देश की रक्षा आपके हाथों में है, സുഹൃത്തുക്കളെ, ഈ രാജ്യത്തിന്റെ രക്ഷ നിങ്ങളുടെ കൈകളിലാണ്. നിങ്ങളുടെ ഉറച്ച തീരുമാനങ്ങളിലാണ്. ഉറച്ച വിശ്വാസമാണിത്. ഈ പ്രദേശത്ത് മാത്രമല്ല, മുഴുവൻ രാജ്യത്തിനും ഈ ഉറച്ച വിശ്വാസമുണ്ട്. अटूट विश्वास है और देश निश्चिंत भी है. आप जब सरहद पर डटे हैं तो यही बात प्रत्येक देशवासी को രാജ്യം നിങ്ങളുടെ ശക്തിയിൽ നിശ്ചിന്തമാണ്. നിങ്ങൾ മലമുകളിൽ കാവൽ നിൽക്കുമ്പോൾ ഇക്കാര്യം ദേശവാസികൾക്ക് രാജ്യത്തിനായി പ്രവർത്തിക്കുന്നതിന് പ്രേരണ നൽകുന്നു. സ്വയം പര്യാപ്ത ഭാരതമെന്ന വിശ്വാസം നിങ്ങൾ കാരണം നിങ്ങളുടെ ത്യാഗം, ആത്മസമർപ്പണം എന്നിവയിലൂടെ കൂടുതൽ ശക്തമാവുന്നു. ഇപ്പോൾ നിങ്ങളും നിങ്ങളുടെ സുഹൃത്തുക്കളും ശൗര്യം പ്രകടിപ്പിച്ചു. ഇത് ലോകത്തിന് മുഴുവൻ നൽകിയ സന്ദേശം. അത് ഭാരതത്തിൻ്റെ ശക്തി തെളിയിച്ചു എന്നതാണ്. എൻ്റെ മുന്നിൽ വനിതാ സൈനികരെയും ഞാൻ കാണുന്നുണ്ട്. യുദ്ധക്ഷേത്രത്തിൽ, അതിർത്തിയിൽ നിങ്ങളുടെ സാന്നിധ്യം കൂടുതൽ പ്രേരണ നൽകുന്നു. युद्ध के मैदान में, सीमा पर ये दृश्य अपने आप को प्रेरणा देता है. साथियों, राष्ट्र कवि रामधारी सिंह दिनकर जी ने लिखा था, जिनके सिंहनाद से सहमी. സുഹൃത്തുക്കളെ, രാഷ്ട്രകവി രാംധാരി സിംഗ് ദിൻകർജി എഴുതിയിട്ടുണ്ട്, ആരുടെ ഉദ്ഘോഷത്തിലാണോ ഭൂമി പുളകമണിയുന്നത് അവർക്ക് ജയഭേരി മുഴക്കാം. എന്നാൽ ഇന്ന് എൻ്റെ ശബ്ദത്തിൽ ഞാൻ നിങ്ങൾക്ക് വിജയാശംസകൾ നേരുകയാണ്. നിങ്ങളെ അഭിനന്ദിക്കുകയാണ്. आज अपनी वाणी से आपकी जय बोलता हूं, आपका अभिनंदन करता हूं. मैं गलवान घाटी में शहीद हुए अपने वीर जवानों को भी
पुनः श्रद्धांजलि अर्पित करता हूं। ഞാൻ ഗൽവാൻ താഴ്വരയിലെ രക്തസാക്ഷികളായ മുഴുവൻ വീരജവാന്മാർക്കും ഒരിക്കൽ കൂടി ശ്രദ്ധാഞ്ജലി അർപ്പിക്കുകയാണ്. दक्षिण से देश के हर कोने के वीर अपना शौर्य दिखाते थे. ഇതിൽ उनके കിഴക്കുനിന്നും പടിഞ്ഞാറ് നിന്നും തെക്കുനിന്നും വടക്കുനിന്നും രാജ്യത്തിൻ്റെ വിവിധ ഭാഗങ്ങളിൽ നിന്നുമുള്ള വീരന്മാർ അവരുടെ ശക്തി തെളിയിച്ചു. उनका जय അവരുടെ ധീരത, അവരുടെ സിംഹഗർജനം അവർക്ക് ഇപ്പോഴും ഭൂമി ജയ് വിളിക്കുന്നു. का सिर आपके सामने, अपने देश के वीर सैनिकों के सामने आदर पूर्वक नतमस्तक होकर के ഇന്ന് नमन करता है. ഓരോ ഭാരതീയനും നിങ്ങളുടെ മുന്നിൽ भारतीय की രാജ്യത്തിൻ്റെ വീര സൈനികർക്ക് മുന്നിൽ आपकी वीरता നമ്രശിരസ്കരായി നിൽക്കുകയാണ്. और पराक्रम से നിങ്ങളുടെ ധീരതയിൽ, हुई है. നിങ്ങളുടെ ആക്രമണ ശൈലിയിൽ साथियों, ഓരോ ഭാരതീയന്റെയും ഹൃദയം നിറയുകയാണ്. सिंधु के आशीर्वाद से ये धरती पुण्य हुई है. സുഹൃത്തുക്കളെ, സിന്ധുവിന്റെ ആശീർവാദത്താൽ सपूतों ഈ के ഭൂമി शौर्य और പവിത്രമാണ്. पराक्रम की गाथाओं को വീരസൈനികരുടെ പരാക്രമത്തിന്റെയും धरती अपने ധീരതയുടെയും आप में समेटे हुए ഗാഥകൾ ഭൂമി സ്വയം സ്വീകരിച്ചിരിക്കുകയാണ്. लद्दाख से लेकर करगिल और सियाचिन तक, रेजांगला की बर्फीली चोटियां से लेकर गलवान घाटी के ठंडे पानी की धारा तक, हर चोटी, ലേഹ് ലഡാക്ക് മുതൽ കാർഗിൽ हर സിയാച്ചിൻ വരെ जर्रा, മഞ്ഞു നിറഞ്ഞ മലകൾ हर कंकड़, തുടങ്ങി पत्थर, ഗൽവാൻ താഴ്വരയിലെ തണുത്തുറഞ്ഞ പ്രവാഹത്തിൽ പോലും सैनिकों के ഓരോ പർവ്വതവും ഓരോ ശിഖരങ്ങളും ഓരോ താഴ്വരകളും കല്ലുകൾ നിറഞ്ഞ പ്രദേശങ്ങളും ഭാരതീയ വീരസൈനികരുടെ പരാക്രമത്തിന് സാക്ഷികളാണ്. हर तरफ है. दुनिया ने आपका अदम्य साहस देखा है, जाना 14 കോറിന്റെ വീരഗാഥകൾ നാലുപാടും സുപരിചിതമാണ്. നിങ്ങളുടെ അത്ഭുതകരമായ ധൈര്യം ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്, और മനസ്സിലാക്കിയിട്ടുണ്ട്. भारत നിങ്ങളുടെ വീരഗാഥകൾ ഓരോ വീട്ടിലും മുഴങ്ങിക്കേൾക്കുന്നു. आपकी फायर, आपकी फायर हुई देखी है, और आपकी फ्यूरी भी. ഭാരതമാതാവിന്റെ ശത്രുക്കൾ നിങ്ങളുടെ ആക്രമണ ശൈലി തിരിച്ചറിഞ്ഞിട്ടുണ്ട്, നിങ്ങളുടെ ധൈര്യവും. ये भारत का मस्तक है. 130 करोड़ भारतीयों के मान सम्मान का സുഹൃത്തുക്കളെ, प्रतीक है. ലഡാക്കിന്റെ ഈ മുഴുവൻ പ്രദേശവും भूमि ഭാരതത്തിന്റെ ശിരസാണ്. भारत के लिए 130 കോടി ഭാരതീയരുടെ അഭിമാനത്തിന്റെ പ്രതീകമാണ്. हमेशा तैयार रहने वाले ഈ ഭൂമി राष्ट्रभक्तों को ഭാരതത്തിനായി സർവസ്വവും അർപ്പിക്കാൻ തയ്യാറുള്ള ദേശസ്നേഹികളുടെ പ്രതീകമാണ്. कुशल बकुला रिंपोचे जैसे महान राष्ट्रभक्त देश को ഈ दिए. ഭൂമി നിരവധി ദേശസ്നേഹികളെ രാഷ്ട്രത്തിന് സമർപ്പിച്ചിട്ടുണ്ട്. उन्हीं അതിലൊരാളായി റിംപോഞ്ചേജി ഇതിന് ഉത്തമ മാതൃകയാണ്. नापाक इरादों അദ്ദേഹത്തിന്റെ में മഹത്തായ സന്ദേശങ്ങളും स्थानीय लोगों को लामबंद किया. ഇവിടെ വിഘടനവാദം നടത്തിയ ആളുകളെ അദ്ദേഹത്തിന്റെ നേതൃത്വത്തിൽ ലഡാക്കിലെ ദേശസ്നേഹികൾ നിഷ്ക്രിയരാക്കി. हर साजिश को ഇത് അദ്ദേഹത്തിന്റെ പരിശ്രമത്തിന്റെ ഫലമായിരുന്നു. राष्ट्रभक्त जनता ने ഇത് ഈ രാജ്യത്തിന്, काम किया. രാജ്യത്തെ സൈന്യത്തിന് इन्हीं के प्रेरक ലഡാക്കിന്റെ प्रयासों പേരിൽ का परिणाम था ഇൻഫൻട്രി റെജിമെന്റ് സ്ഥാപിക്കുന്നതിന് പ്രേരണയായി. भारतीय सेना को लद्दाख ഇന്ന് स्काउट नाम से ലഡാക്കിലെ ആളുകൾ इन्फेंट्री ഏത് മേഖലയിലായാലും, बनाने का അത് സൈന്യത്തിലായാലും സാധാരണ പൗരന്മാരായാലും आज രാഷ്ട്ര പുരോഗതിക്കായി അത്ഭുതകരമായ സേവനം स्तर നടത്തുന്നു. पर, चाहे वो सेना हो या सामान्य नागरिक के कर्तव्य हो, राष्ट्र को सशक्त करने के लिए अद्भुत योगदान दे रहे हैं. साथियों, हमारे यहां कहा जाता है, खड़गेन आक्रम्य वंजित, खड़गेन
आक्रमः भुञ्जितः वीर भोग्या वसुंधरा, यानी वीर अपने शस्त्र की ताकत से ही धरती की मातृभूमि की സുഹൃത്തുക്കളെ, रक्षा करते हैं। നമ്മൾ ഭാരതീയർ പറയാറുള്ളത് ये धरती വീരന്മാർ തങ്ങളുടെ ആയുധങ്ങൾ കൊണ്ടാണ് മാതൃഭൂമിയെ സേവിക്കുന്നത് എന്നാണ്. ഈ ഭൂമി वीरों के लिए है। വീരന്മാർക്ക് വേണ്ടിയുള്ളതാണ്. इसकी रक्षा ഇതിന്റെ രക്ഷയ്ക്കും സുരക്ഷയ്ക്കും നമ്മുടെ സാമർഥ്യവും ദൃഢനിശ്ചയവും അർപ്പിതമാണ്. और सामर्थ्य ഹിമാലയം എത്ര ഉന്നതമാണോ संकल्प ആ ഔന്നത്യം നിങ്ങളുടെ സാമർഥ്യത്തിലും ദൃഢനിശ്ചയത്തിലും ഞാൻ കാണുന്നു. ये सामर्थ्य और ये संकल्प में इस समय आपकी आंखों में मैं देख सकता हूं। അത് നിങ്ങളുടെ മുഖത്ത് വ്യക്തമായി കാണാനാകും. ये साफ साफ नजर आता है। ആയിരക്കണക്കിന് വർഷങ്ങളായി നിരവധി ആക്രമണങ്ങൾക്ക് धरती के वीर ശക്തമായ മറുപടി നൽകിയ ഭൂമിയിലെ जिसने വീരന്മാരാണ് हजारों നിങ്ങൾ. वर्षों से ഇത് നമ്മുടെ അടയാളമാണ്. अनेकों आक्रांताओं के हमलों को, अत्याचारों का मुंह तोड़ जवाब दिया है। हम, और ये हमारी पहचान है, हम वो लोग हैं जो बांसुरीधारी कृष्ण की पूजा करते हैं, तो हम वही लोग हैं जो सुदर्शन चक्रधारी कृष्ण को भी आदर्श मान करके चलते हैं। ഓടക്കുഴൽ വായിക്കുന്ന ശ്രീകൃഷ്ണനെ हर നാം പൂജിക്കുന്നതോടൊപ്പം സുദർശനധാരിയായ കൃഷ്ണനെയും और നാം ആദർശവാനായി കാണുന്നു. साथियों, ഈ പ്രേരണയാൽ ഓരോ ആക്രമണത്തിനും ശേഷം നാം കൂടുതൽ കൂടുതൽ ശക്തി ആർജിക്കുന്നു. मानवता की സുഹൃത്തുക്കളെ, प्रगति के लिए രാജ്യത്തിൻ്റെ ലോകത്തിൻ്റെ शांति और मित्रता മനുഷ്യത്വത്തിൻ്റെ പുരോഗതിക്കായി हर कोई സമാധാനവും സൗഹൃദവും हर कोई നാം मानता है സ്വീകരിക്കുന്നു. बहुत जरूरी है, लेकिन അത് ആവശ്യമാണെന്ന് ഓരോരുത്തരും കരുതുന്നു. कि शांति निर्बल कभी नहीं ला सकता। कमजोर എന്നാൽ സമാധാനം നമ്മുടെ ശക്തി ക്ഷയിപ്പിക്കുന്നില്ലെന്ന് നാം തിരിച്ചറിയുന്നു. वीरता ही शांति की पूर्व शर्त होती है। भारत आज जल, थल, नभ ശക്തിഹീനൻ और अंतरिक्ष സമാധാന മാർഗം സ്വീകരിക്കാറില്ല. अगर വീരത്വമുള്ളവനെ സമാധാന മാർഗത്തിൽ സഞ്ചരിക്കൂ. तो उसके ഇന്ന് ഭാരതം കരയിലും കടലിലും कल्याण ही है। ആകാശത്തും ബഹിരാകാശത്തും आज തൻ്റെ ശക്തി വർദ്ധിപ്പിച്ചുകൊണ്ടിരിക്കുന്നു. अस्त्र शस्त्र का निर्माण कर रहा है। दुनिया के അതിൻ്റെ ലക്ഷ്യം आधुनिक से മാനവരാശിയുടെ നന്മയാണ്. तकनीक ഭാരതം ഇന്ന് भारत की അത്യാധുനിക सेना के ആയുധങ്ങൾ लिए നിർമ്മിക്കുന്നു. ला रहे हैं। ലോകത്തെ ഏറ്റവും അത്യാധുനിക സാങ്കേതിക വിദ്യകളുടെ ഉപയോഗം രാജ്യത്തെ സൈന്യത്തിനായി പ്രയോജനപ്പെടുത്തുന്നു. भारत अगर आधुनिक इंफ्रास्ट्रक्चर का निर्माण तेजी से कर रहा है, तो उसके पीछे का संदेश भी यही है। അതിന് പിന്നിലുള്ള പ്രേരണയും ഇത് തന്നെയാണ്. को अगर हम याद करें, विश्व युद्ध हो ഭാരതം या फिर शांति की അതിൻ്റെ बात, അടിസ്ഥാന സൗകര്യ വികസനം സാധ്യമാക്കുന്നതിൻ്റെ ലക്ഷ്യവും ഇത് തന്നെയാണ്. विश्व ने हमारे वीरों का पराक्रम भी देखा है। മഹായുദ്ധമായാലും സമാധാന മാർഗമായാലും कि उनके प्रयास ലോകം നമ്മുടെ വീര സൈനികരുടെ ശക്തി തിരിച്ചറിഞ്ഞിട്ടുണ്ട്. हमने हमेशा मानवता की, इंसानियत की ലോക സമാധാനത്തിനായി അവരുടെ പരിശ്രമങ്ങൾ ലോകം തിരിച്ചറിഞ്ഞിട്ടുണ്ട്. काम നാം किया, എപ്പോഴും जीवन खपाया। മനുഷ്യത്വത്തിൻ്റെ സുരക്ഷയ്ക്കായി പ്രവർത്തിച്ചിട്ടുണ്ട്. सभी भारत के ജീവൻ इसी അർപ്പിച്ചിട്ടുണ്ട്. लक्ष्य को, നിങ്ങളെല്ലാവരും भारत की ഭാരതത്തിൻ്റെ ഈ ലക്ഷ്യത്തെ, ഭാരതത്തിൻ്റെ ഈ പാരമ്പര്യത്തെ, ये महान संस्कृति ഭാരതത്തിൻ്റെ മഹത്തായ സംസ്കാരത്തെ को करने वाले സ്ഥാപിച്ചെടുക്കുന്ന മുന്നണി പോരാളികളാണ്. साथियों, महान संत तिरुवल्लुवर जी ने सैकड़ों वर्ष पूर्व कहा था
मारामाणम मांडव സുഹൃത്തുക്കളെ, സന്യാസി ശ്രേഷ്ഠനായ തിരുവള്ളുവർ तेतुम വർഷങ്ങൾക്ക് മുൻപ് പറഞ്ഞിട്ടുണ്ട്, नानगे ധീരത, येमम ആദരവ്, പരസ്പര ബഹുമാനം നിറഞ്ഞ പെരുമാറ്റത്തിൻ്റെ പാരമ്പര്യം, വിശ്വാസം, ഈ 4 ഗുണങ്ങളാണ് ഏതു രാജ്യത്തെ സേനയുടെയും പ്രതീകം. परंपरा और विश्वसनीयता, ये 4 गुण किसी भी देश की सेना का प्रतिबिंब होते हैं. भारत की सेनाएं हमेशा से इसी मार्ग पर चली है. ഭാരതത്തിൻ്റെ സൈന്യം साथियों, എപ്പോഴും ഈ മാർഗത്തിലൂടെയാണ് സഞ്ചരിക്കുന്നത്. विस्तारवाद का युग समाप्त हो चुका है. ये युग विकासवाद का സുഹൃത്തുക്കളെ, വിപുലീകരണവാദ യുഗം അവസാനിച്ചു കഴിഞ്ഞു. समय में ഈ യുഗം വികസനവാദത്തിൻ്റെതാണ്. विकासवाद ही प्रासंगिक ഈ മാറുന്ന കാലത്ത് വികസനവാദമാണ് പ്രസക്തം. विकासवाद के लिए ही अवसर है और विकासवाद ही भविष्य का आधार भी है. വികസനവാദത്തിനാണ് അവസരമുള്ളത്. शताब्दियों ने വികസനവാദമാണ് ഭാവിയുടെ അടിത്തറ. बीती शताब्दियों में विस्तारवाद ने ही मानवता का सबसे ज्यादा हित किया, मानवता को विनाश करने का प्रयास किया. കഴിഞ്ഞ ശതാബ്ദങ്ങളിൽ വിപുലീകരണവാദം മാനവരാശിക്ക് കൂടുതൽ ദോഷമുണ്ടാക്കി. इसी पर सवार हुई है. उसने हमेशा विश्व शांति के सामने खतरा पैदा किया है. വിപുലീകരണവാദത്തിനായി വാദിച്ചവരെല്ലാം न भूले, ലോക സമാധാനത്തിന് इतिहास അപകടകരമായി മാറി. कि ऐसी ताकतें मिट गई हैं या मुड़ने के लिए मजबूर हो गई. ഇക്കാര്യങ്ങളെല്ലാം മാറ്റാൻ സമയമായെന്ന് विश्व का हमेशा ചരിത്രം സാക്ഷിയാണ്. यही अनुभव रहा है और इसी अनुभव के आधार पर अब इस बार फिर से पूरे विश्व ने विस्तारवाद के खिलाफ ലോകത്ത് मन എപ്പോഴും ഉണ്ടായ അനുഭവം ഇതാണ്. ഈ അനുഭവത്തിൻ്റെ അടിസ്ഥാനത്തിൽ ലോകം विकासवाद को വിപുലീകരണവാദത്തിൽ നിന്നും മനസ്സുമാറ്റി തുടങ്ങി. और विकास की खुली स्पर्धा का स्वागत कर रहा है. साथियों, ഇന്ന് जब ലോകം വികസനവാദത്തിൽ സമർപ്പിതമാണ്. राष्ट्र रक्षा വികസനത്തിനായുള്ള മത്സരത്തെ സ്വാഗതം ചെയ്യുകയാണ്. किसी निर्णय के बारे में सोचता हूं സുഹൃത്തുക്കളെ, तो मैं രാഷ്ട്ര സുരക്ഷയുമായി ബന്ധപ്പെട്ട കാര്യങ്ങളെക്കുറിച്ച് सबसे पहले പറയുമ്പോഴെല്ലാം 2 माताओं का 2 അമ്മമാരെക്കുറിച്ച് ഓർക്കുന്നു. जब भी मैं राष्ट्र रक्षा के विषय में सोचता हूं तो मैं सबसे पहले ആദ്യത്തേത് 2 माताओं का നമ്മുടെ എല്ലാം മാതാവ്, ഭാരത മാതാവ്. पहली हम सभी की भारत രണ്ടാമത്തേത് ആ വീരമാതാക്കൾ, माताओं का स्मरण करता നിങ്ങളെപ്പോലുള്ള ധീര സൈനികർക്ക് ജന്മം നൽകിയ വീരമാതാക്കൾ. भारत माता और दूसरी वे वीर माताएं, दूसरी वे वीर माताएं जिन्होंने आप जैसे पराक्रमी योद्धाओं को जन्म दिया है. मैं उन 2 माताओं का स्मरण करता हूं. मेरे निर्णय की कसौटी यही है. ആ 2 അമ്മമാരെയും ഞാൻ ഓർക്കുന്നു. എൻ്റെ തീരുമാനത്തിൻ്റെ ഉരക്കല്ല് ഇതാണ്. आपके परिवार के सम्मान और भारत माता की सुरक्षा को ഈ ഉരക്കല്ലിൽ സഞ്ചരിച്ചുകൊണ്ട് देश നിങ്ങളോടുള്ള ആദരവ്, उच्च प्राथमिकता നിങ്ങളുടെ देता है. കുടുംബാംഗങ്ങളോടുള്ള ആദരവ്, सेना ഭാരതമാതാവിൻ്റെ സുരക്ഷ എന്നിവയ്ക്ക് രാജ്യം പ്രഥമ പരിഗണന നൽകുന്നു. या आपके लिए जरूरी साजो सामान, इन सभी पर हम बहुत ध्यान देते रहे हैं. സൈന്യത്തിന് ആധുനിക ആയുധം അല്ലെങ്കിൽ നിങ്ങൾക്ക് ആവശ്യമുള്ള അത്യാവശ്യ ഉപകരണങ്ങൾ
ഇതിലെല്ലാം നാം പ്രത്യേക ശ്രദ്ധ നൽകുന്നു. 3 गुना कर दिया गया है. ഇപ്പോൾ രാജ്യത്തിൻ്റെ അതിർത്തികളിലെ അടിസ്ഥാന സൗകര്യ വികസന ചെലവ് 3 ഇരട്ടിയാക്കി വർദ്ധിപ്പിച്ചിട്ടുണ്ട്. बॉर्डर एरिया डेवलपमेंट और सीमा पर सड़कें पुल बनाने का काम भी बहुत तेजी से हुआ है. ഇതിലൂടെ അതിർത്തി മേഖലാ വികസനവും അതിർത്തികളിലെ റോഡുകളുടെ നിർമ്മാണവും വളരെ വേഗത്തിൽ നടക്കുകയാണ്. कि अब आप तक सामान भी कम समय में पहुंचता है. അതിനാൽ നിങ്ങളിലേക്ക് സാധന സാമഗ്രികൾ വേഗത്തിൽ എത്തിക്കാനാകും. सेनाओं में बेहतर समन्वय के लिए लंबे समय से जिसकी आशा थी वो चीफ ऑफ डिफेंस स्टाफ के സുഹൃത്തുക്കളെ, पद का गठन സൈനിക വിഭാഗങ്ങളുടെ സമന്വയത്തിനായി बात हो. വളരെ കാലമായുള്ള ആവശ്യമായിരുന്നു ചീഫ് ഓഫ് ഡിഫൻസ് സ്റ്റാഫ്. मेमोरियल का निर्माण, അതിൻ്റെ തസ്തിക സൃഷ്ടിക്കൽ, फैसला हो നാഷണൽ വാർ മെമ്മോറിയലിൻ്റെ നിർമ്മാണം, आपके परिवार की देखरेख से लेकर शिक्षा तक की सही व्यवस्था के लिए लगातार വൺ റാങ്ക് വൺ പെൻഷൻ തീരുമാനമായും देश നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ സംരക്ഷണ കാര്യത്തിലായാലും स्तर पर വിദ്യാഭ്യാസ മേഖലയിലായാലും सेनाओं രാജ്യം और വിവിധ सैनिकों മേഖലകളിൽ ശരിയായ പ്രവർത്തനം നടത്തുന്നു. को मजबूत कर रहा है. साथियों, भगवान गौतम നമ്മുടെ बुद्ध സൈനിക ने कहा വിഭാഗങ്ങൾക്കും സൈനികർക്കും ഇത് ശക്തി है, പകരുന്നു. साहस का संबंध प्रतिबद्धता से है. സുഹൃത്തുക്കളെ, ഭഗവാൻ ഗൗതമ ബുദ്ധൻ പറഞ്ഞിട്ടുണ്ട്, साहस ധൈര്യം करुणा है. പ്രതിബദ്ധതയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. साहस कंपेशन है. ധൈര്യം साहस കാരുണ്യമാണ്. वो है जो हमें निर्भीक और अड़िग होकर सत्य के में पक्ष में खड़े होना सिखाएं. സാഹസം നമ്മെ ഭയരഹിതരും जो हमें അചഞ്ചലരുമായി സത്യത്തിന്റെ പക്ഷത്ത് നിൽക്കാൻ പഠിപ്പിക്കുന്നു. और करने की സാഹസം നമ്മെ ऊर्जा देता. സത്യം സത്യമായി പറയാൻ, പ്രവർത്തിക്കാൻ ഊർജം നൽകുന്നു. देश के वीर सपूतों ने गलवान घाटी में സുഹൃത്തുക്കളെ, जो अदम्य രാജ്യത്തിന്റെ വീര സൈനികർ साहस दिखाया, ഗൽവാൻ താഴ്വരയിൽ അത്ഭുതകരമായ സാഹസം കാട്ടി. वो पराक्रम की पराकाष्ठा. ആക്രമണത്തിന്റെ ഔന്നത്യങ്ങളിൽ देश एति. को രാജ്യം आप पर നിങ്ങളിൽ गर्व है, അഭിമാനിക്കുന്നു. आप पर नाज है. आपके साथ ही हमारे आईटीबीपी के രാജ്യം നിങ്ങളിൽ അഹങ്കരിക്കുന്നു. നിങ്ങളുടെ BSF के സുഹൃത്തുക്കൾ, साथी हो, നമ്മുടെ ITBP-യിലെ സൈനികരായാലും हमारे BSF-ലെ ജവാന്മാരായാലും और दूसरे നമ്മുടെ संगठनों के BRO जवानों പോലുള്ള സംഘടനയിലെ അംഗങ്ങളായാലും मुश्किल हालात में കഠിന പരിതസ്ഥിതിയിൽ काम ജോലി कर ചെയ്യുന്ന रहे എഞ്ചിനീയർമാരായാലും തൊഴിലാളികളായാലും श्रमिक हो, നിങ്ങളെല്ലാവരും അത്ഭുതകരമായ ജോലിയാണ് നിർവഹിക്കുന്നത്. अद्भुत काम कर रहे हैं. हर कोई कंधे से कंधा मिलाकर मां भारती की रक्षा के लिए, मां भारती की सेवा में समर्पित है. ഓരോരുത്തരും തോളോട് തോൾ ചേർന്ന് आज ഭാരതമാതാവിന്റെ രക്ഷയ്ക്കായി, आप सभी की ഭാരതമാതാവിന്റെ സേവനത്തിനായി സ്വയം അർപ്പിച്ചിരിക്കുകയാണ്. देश अनेक आपदाओं से एक साथ और पूरी दृढ़ता से लड़ ഇന്ന് रहा है. നിങ്ങൾ എല്ലാവരുടെയും പരിശ്രമത്താൽ आप सभी പല से പ്രതിസന്ധികൾക്കെതിരെയും प्रेरणा ഒരുമിച്ച് लेते हुए ദൃഢനിശ്ചയത്തോടെ हम പൊരുതുന്നു. मिलकर हर चुनौती पर, मुश्किल से मुश्किल चुनौती पर നിങ്ങളിൽ നിന്ന് പ്രചോദനം ഉൾക്കൊണ്ട് विजय നാം ഒരുമിച്ച് प्राप्त करते रहे ഓരോ हैं. വെല്ലുവിളിയിലും विजय കഠിനമായ प्राप्त പരിസ്ഥിതിയിലും करते रहेंगे. വിജയം കൈവരിക്കുന്നു. जिस भारत के വിജയം सामने കൈവരിച്ചു കൊണ്ടേയിരിക്കുന്നു. और हम सबने നാം ഓരോരുത്തരും ഭാരതമെന്ന സ്വപ്നവുമായി, പ്രത്യേകിച്ചും നിങ്ങൾ ഓരോരുത്തരും ഉന്നതങ്ങളിൽ നിന്ന് രാജ്യത്തെ സുരക്ഷിതമാക്കുന്നു. सरहद पर देश की रक्षा कर रहे हैं.
हम उस सपने का भारत बनाने के लिए, आपके सपनों का भारत बनाने के लिए 130 നമ്മുടെ करोड़ സ്വപ്ന ഭാരത देशवासी സൃഷ്ടിക്കായി, നിങ്ങൾ കാണുന്ന സ്വപ്നങ്ങളിലെ ഭാരത സൃഷ്ടിക്കായി आज आपको विश्वास दिलाने आए 130 കോടി ആളുകൾ ഒരിക്കലും പിന്മാറില്ലെന്ന് एक सशक्त ഇന്ന് ഞാൻ നിങ്ങൾക്ക് ഉറപ്പു और നൽകുന്നു. आत्मनिर्भर भारत बनाएंगे നാം ശക്തവും സ്വയം പര്യാപ്തവുമായ ഭാരതം സൃഷ്ടിക്കും. और आपसे प्रेरणा സൃഷ്ടിക്കുക जब തന്നെ मिलती ചെയ്യും. है, तो ഇതിനുള്ള പ്രേരണ आत्मनिर्भर भारत का നിങ്ങളിൽ संकल्प നിന്ന് भी ലഭിക്കുന്നു. और ഇതിലൂടെ सार्थक हो जाए। സ്വയം പര്യാപ്ത ഭാരതം എന്ന സ്വപ്നം കൂടുതൽ കരുത്താർജിക്കുന്നു. ഒരിക്കൽ കൂടി आप सभी का നിങ്ങൾ ഓരോരുത്തരെയും ഹൃദയപൂർവ്വം हृदय അഭിനന്ദിക്കുന്നു, से बहुत बहुत अभिनंदन करता हूं, നന്ദി അറിയിക്കുന്നു. बहुत എന്നോടൊപ്പം बहुत धन्यवाद करता ഉച്ചത്തിൽ हूं। പറയുക. मेरे साथ पूरी ताकत से बोलिए, भारत माता की, भारत माता की, भारत माता की, वंदे वंदे वंदे